ഡിസംബർ 6 ആഗമനകാലത്തിലെ ആദ്യവാരത്തിലെ വെള്ളിയാഴ്ച. മത്തായി 9:27 മുതൽ 31 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിലെ അന്ധർക്ക് കാഴ്ച നൽകാനുള്ള യേശുവിൻ്റെ അധികാരത്തെ കാണിക്കുന്നു. ഏതാണ്ട് അന്ധനായ ബർത്തിമിയോസിൻ്റെ കഥയ്ക്ക് സമാനമാണ്. എന്നാൽ ഈ എപ്പിസോഡിൽ 2 അന്ധരുണ്ട്. അവർ സുഖം പ്രാപിച്ച ശേഷം അത് ആരോടും പ്രചരിപ്പിക്കരുതെന്ന് യേശു മുന്നറിയിപ്പ് നൽകി. യേശു നടന്നു പോകുമ്പോൾ ഈ 2 അന്ധരും അവനെ അനുഗമിക്കാൻ തുടങ്ങി. യേശു ചെയ്ത അത്ഭുതങ്ങളെയും രോഗശാന്തികളെയും കുറിച്ച് അവർ കേട്ടിരിക്കണം. ഇവർ തന്നെ അനുഗമിക്കുമ്പോൾ യേശുവിനോട് കരുണ കാണിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിരന്തരം വിളിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ യേശു അവിടെ നിന്ന് അവരെ സുഖപ്പെടുത്താനുള്ള ശക്തി തനിക്കുണ്ടെന്ന് അവർ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഉത്തരം പറഞ്ഞു, അതേ കർത്താവേ. ഉടനെ യേശു കൈനീട്ടി അവരുടെ കണ്ണുകളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസപ്രകാരം അങ്ങനെ സംഭവിക്കട്ടെ. തൽക്ഷണം അവരുടെ കാഴ്ച തിരിച്ചു കിട്ടി. അവർക്ക് വ്യക്തമായി കാണാനായി. അന്ധത ശാരീരികം മാത്രമല്ല, അത് ഒരു ആത്മീയ അവസ്ഥ കൂടിയാണ്. അതിനർത്ഥം നമുക്ക് ശാരീരികമായി കാണാമെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ ചിലപ്പോൾ ചിലത് കാണുന്നില്ല. ഉദാഹരണത്തിന് ദൈവത്തെക്കുറിച്ചുള്ള സത്യം. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും നമ്മൾ അന്ധരാണ് എന്ന് പറയാം. നമ്മളോട് കരുണ കാണിക്കാനും നമുക്ക് കാഴ്ച നൽകാനും യേശുവിനോട് നിലവിളിക്കാം. യേശുവിനോട് നാം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന രോഗശാന്തി എന്താണ്? നാം അവനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? നാം അവനെ അനുഗമിക്കുന്നുണ്ടോ? നമ്മെ സുഖപ്പെടുത്താനുള്ള ശക്തി യേശുവിനുണ്ടെന്ന് നാം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? യേശു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് വിശ്വാസമുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും യേശുവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടും അവൻ നിങ്ങളുടെ വാക്ക് കേട്ടില്ലെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ പ്രതികരണം? നാം തിരിഞ്ഞ് യേശുവിൽ നിന്ന് അകന്നു പോകുമോ? അതോ വീണ്ടും നിലവിളിക്കുകയും വിശ്വസിക്കുകയും അവനെ പിന്തുടരുകയും ചെയ്യുമോ? യേശു നമ്മുടെ ഓരോ വാക്കുകൾ കേൾക്കുകയും നമ്മോട് പ്രതികരിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ അത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് നേരിട്ടുള്ള ഉത്തരമായിരിക്കില്ല. യേശു മറ്റു വ്യക്തികളിലൂടെയോ ഉൾക്കാഴ്ചകളിലൂടെയോ പ്രവർത്തിക്കുകയോ നമുക്ക് ആവശ്യമായ ശക്തി നൽകുകയോ ചെയ്യാം. യേശു നമ്മെ കേൾക്കുന്നു. യേശു നമ്മെ സ്പർശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശു എങ്ങനെയാണ് നിങ്ങളുടെ അടുക്കൽ വരുന്നതെന്നതിനെക്കുറിച്ച് ജാഗരൂകരും ശ്രദ്ധാലുവും ആയിരിക്കുക. കാരണം അവൻ വരും. അവനിൽ വിശ്വാസം, പ്രത്യാശ അർപ്പിക്കാനുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടാകട്ടെ. ഇന്ന് തിരുസഭ വിശുദ്ധ നിക്കോളാസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ചരിത്രത്തിലുടനീളം വിശുദ്ധ നിക്കോളാസിനെ കുറിച്ചുള്ള നിരവധി ഐതിഹ്യങ്ങൾ ലോകമെമ്പാടും പ്രചരിച്ചിട്ടുണ്ട്. സാന്താക്ലോസ് എന്ന കഥാപാത്രത്തെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത് നിക്കോളാസാണ്. എന്നാൽ സാന്താക്ലോസ് എന്ന ആ സാങ്കല്പിക കഥാപാത്രത്തിന് പിന്നിൽ ആരായിരുന്നു? ആധുനിക തുർക്കിയിലെ റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രവിശ്യയായ ലിസിയായിൽ 3-ാം നൂറ്റാണ്ടിലാണ് നിക്കോളാസ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഔദാര്യവും കാരുണ്യവും വളരെ പ്രശസ്തമായിരുന്നു. സമ്പന്നരായ മാതാപിതാക്കൾ
അദ്ദേഹം ജനിച്ചു കഴിഞ്ഞ് അവർ മരിച്ചപ്പോൾ അവരുടെ സ്വത്തെല്ലാം നിക്കോളാസിനായി. തൻ്റെ പൈതൃക സ്വത്ത് പാഴാക്കാതെ ആവശ്യമുള്ളവരെ സഹായിക്കാൻ അവൻ അത് ഉപയോഗിച്ചു. ഡിസംബർ 6 AD 443 നിക്കോളാസ് മരിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ തീയതിയാണ് ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡും നെതർലൻഡും ഒക്കെ സെയിൻറ്റ് നിക്കോളാസ് ദിനമായി ആഘോഷിക്കപ്പെടുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.